ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ കുവൈത്തിൽ നിന്നാണ്. കുവൈത്തിൽ നിന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം എൻ്റെ ഐ ഡി നഷ്ടപ്പെട്ടു സിറ്റി ബസ്സിൽ. അപ്പോൾ കുവൈത്തിലുള്ള എൻ്റെ ഐ ഡി മാത്രമല്ല, എൻ്റെ പേഴ്സ് മൊത്തം നഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സിൽ കുവൈത്ത് ഐ ഡി ഉണ്ടായിരുന്നു, പിന്നെ ലൈസൻസ് ഉണ്ടായിരുന്നു, പിന്നെ ATM കാർഡ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ഇവിടുത്തെ പൈസ കുവൈത്ത് ദിനാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മറന്നു വെച്ച് കണ്ട് വന്നതായിരുന്നു. അങ്ങനെ ഞാൻ ആകെ സ്വീപ്പായി, എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മുർഗാബിൽ പോയി സിറ്റി ബസ്സിലായിരുന്നു. മുർഗാബിൽ പോയിട്ട് സിറ്റി ബസ്സിൻ്റെ ഡിപ്പോയിൽ പോയി കണ്ട് ഞാനൊരു മലയാളിനെ കണ്ടു. ആ മലയാളിനെ കുറേ വഴക്ക് പറഞ്ഞു. ആ മലയാളി എനിക്ക് കൂടുതലൊരു ഉപകാരം ചെയ്തില്ല. തെറ്റ് പറയില്ല, ചില വ്യക്തികളുണ്ട് അങ്ങനെ. ഒരു മലയാളിനെ കുറ്റം പറയുന്നതായി തോന്നരുത്, ചില വ്യക്തികളുണ്ട് അങ്ങനെ. എന്നിട്ട് ഞാൻ അവിടെ ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. മൂപ്പരോട് സംസാരിച്ച് മൂപ്പര് പറഞ്ഞ് ഞാൻ ഡിപ്പോയിലെ നമ്പർ തരാം, നിങ്ങൾ ആ നമ്പർക്കൊന്ന് വിളിച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ നമ്പർക്ക് വിളിച്ചു. അൽഹംദുലില്ലാഹ് അവിടെ അതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം, നിങ്ങൾ ആരുടെങ്കിലും ഐ ഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഏത് വഴിക്കാണ് നഷ്ടപ്പെട്ടത് ആ വഴിക്കൊന്ന് അന്വേഷിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. വേറൊരാളെ ഉപദേശം കേട്ടിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ഐ ഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചിലവാണ്. അതുകൊണ്ട് ഐ ഡി നഷ്ടപ്പെട്ടവർ അതപ്പം തന്നെ കിട്ടാനുള്ള വഴി അവനാണ് സ്വന്തം ചെയ്യുക. അല്ല യൂട്യൂബിൽ കയറി നോക്കുക, ഗൂഗിളിൽ കയറി നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ എൻ്റെ ഐ ഡി നഷ്ടപ്പെട്ടപ്പോൾ ഈ ഗൂഗിളിൽ കയറി നോക്കി, യൂട്യൂബിൽ നോക്കി, ഒരു രക്ഷയില്ല. അൽഹംദുലില്ലാഹ് എനിക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഐ ഡി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പോയ വഴി ശരിക്ക് അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം വേറെ വഴികൾ കണ്ടെത്തുക. ഓക്കെ.